അഡ്വക്കേറ്റ് സേനാപതി വേണു ഇപ്പോൾ കുറെ കൂടി ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, രാംകുമാർ സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഏത് നേതാവ് അല്ലെങ്കിൽ UDFന്റെ ഏത് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു അഡ്വക്കേറ്റ് സേനാപതി ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ആരുമായിട്ട് അല്ല, സ്ഥാനാർത്ഥി പോലും കണ്ടില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പൊ ഫോട്ടോ തെളിവായിട്ട് വന്നിരിക്കുന്നത്. ഫോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, SDPIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഗ്രീൻ ആർമി ഒരു MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം വോട്ട് മുസ്ലിം കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയില്ലേ? അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ അത് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല നമ്പ്യാരെ, ഞങ്ങൾ ജയിക്കുമ്പം അത് വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ അത് സ്വർഗീയം. അതാണല്ലോ ഇപ്പൊ നിലപാട്. കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ അത് സ്വർഗീയം. ഞങ്ങൾ അതിനെ ഇപ്പൊ തൽക്കാലം അംഗീകരിക്കാനായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ജയിക്കുമ്പോൾ വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ സ്വർഗീയമാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില്. അല്ല, അതാണല്ലോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വാദഗതി. കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് വർഗീയം, നിങ്ങൾ സ്വർഗീയം ആയിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ശ്രീ രാംകുമാർ സാറിനോട് ഏത് കോൺഗ്രസ് നേതാവ്, ഏത് UDF നേതാവ് ഏത് ദിവസം SDPIയുടെ നേതാക്കളുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്തിനാ രഹസ്യ ചർച്ച നടത്തുന്നത്? ഞങ്ങൾ പരസ്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? ഞങ്ങൾ പരസ്യമായിട്ടല്ലേ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയത്? അങ്ങ് രാജ്യം വിഭജിച്ചു എന്ന് ഈ രാജ്യത്തെ 16 വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോ ആ തീരുമാനത്തിനെതിരെ നിലകൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാർ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ മറന്നു വെച്ചിട്ട് അങ്ങ് നെഹ്റുവിനെ രാജ്യം വിഭജിച്ചവൻ എന്ന് വിളിക്കുമ്പോ അങ്ങ് ചരിത്രത്തോട് ഒട്ടും നീതി പുലർത്തുന്നില്ല. 250 കൊല്ലക്കാലം ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഭരിക്കുന്നത് അവനെതിരെ സമരം ചെയ്യാൻ സാർ അങ്ങയുടെ പാർട്ടി ഇല്ലായിരുന്നു സാർ. അതാ ഞങ്ങൾക്ക് അങ്ങയോടുള്ള പോരായ്മ. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, നമ്മുടെ വിഷയം വേറൊന്നാണ്. ഞാൻ ശ്രീ നമ്പ്യാരോടും വിനയപരിസരം പറയുന്നു, നമ്പ്യാരെ, ഒരുപാട് ചർച്ചകളിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നയാളാണ്, ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നയാളാണ്. നിങ്ങൾ SDPIയുടെ പ്രതിനിധിയെ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിട്ട് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. നിങ്ങൾ അത് ഒബ്ജക്ട് ചെയ്തില്ല. ഞാൻ അദ്ദേഹം പ്രതിഷേധിച്ചില്ലെങ്കിലും ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുന്നു. കാരണം ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ട്. അങ്ങനെ ഒരു അല്ല, ഞാൻ ചോദിക്കുന്ന വിയോജിക്കുന്നവന്റെ അഭിപ്രായം കേൾക്കുകയല്ലേ രാഷ്ട്രീയത്തിൽ വേണ്ടത്? അതല്ലാതെ രാജ്യദ്രോഹിയാണ് അതുകൊണ്ട് നിന്റെ ചർച്ച ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്പ്യാരോട് നിശബ്ദനായിട്ടിരുന്നു. അല്ലല്ല, അതിന് മറുപടി പറയാനുള്ള ബാധ്യത നമ്പ്യാർക്കുണ്ടായിരുന്നു. കാരണം നമ്പ്യാരെ അദ്ദേഹത്തെ നിങ്ങൾ ക്ഷണിച്ചു വന്നതാണ്. അദ്ദേഹത്തെ നിങ്ങൾ ക്ഷണിച്ചു വന്നതാണ്. ഗോപാലകൃഷ്ണൻ മര്യാദകേട് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് മര്യാദകേടാണെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നു. അല്ല, ഓരോ വ്യക്തികളുടെ നിലപാടാണ്, വ്യക്തികളുടെ ഞാൻ നമ്പ്യാരെ ഒരു ചാനൽ ചർച്ചയിൽ ഇവിടെ വന്ന് ഒരു പ്രകോപനമായിട്ട് എന്റെ നിലപാടുകൾ ഞാൻ പറയും, എന്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് നടന്നത് ഇറ്റ് വാസ് നോട്ട് എ ഹെൽത്തി ഡിബേറ്റ്. അതൊരു ആരോഗ്യകരമായ ചർച്ചയായിരുന്നില്ല, മറിച്ച് ചില അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. ഇനി ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് രാംകുമാർ സാർ ചോദിച്ചതിന്റെ വളരെ കൃത്യമായ മറുപടി ഇപ്പോഴും പറയുന്നു. ഏത് കോൺഗ്രസ് നേതാവ് രഹസ്യമായി SDPIയുമായി ഇല്ലെങ്കിൽ അവരുടെ നേതാക്കളുമായി ചർച്ച നടത്തി നിങ്ങൾ തെളിവുകൾ പുറത്തുവിട്ടു? അല്ല, ഏതെങ്കിലും പാർട്ടി ഓഫീസിന്റെ സൈഡിൽ വോട്ട് ചോദിച്ചു. വരും ദിവസങ്ങളിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു കൂടുതൽ തെളിവുകൾ പുറത്തുവരും. എന്തായാലും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാടിന്റെ MLA ആകാൻ പോവാണല്ലോ, നിയുക്ത MLA ആണല്ലോ. അദ്ദേഹം SDPIയുമായും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായും ചർച്ച നടത്തി എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇനി താങ്കൾ വെല്ലുവിളിച്ചല്ലോ മറ്റേതെങ്കിലും നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അത് വരും ദിവസങ്ങളിൽ ആ തെളിവുകളും പുറത്തു വരും. എന്തായാലും ഈ പോക്ക് അപകടകരമാണ്. സീറ്റുറപ്പിക്കാൻ വർഗീയ തീവ്രവാദ ശക്തികളോട് സമരസപ്പെടുന്ന ഇടത് വലത് കക്ഷികളുടെ സമീപനം ആത്മഹത്യാപരമാണ്. അധികാരത്തിലെത്താൻ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നവർക്ക് കൈ കൊടുക്കുന്നവ പുനർവിചിന്തനത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാകും.